நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു പദ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആനന്ദ പാരവശ്യം എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. അതായത് മനുഷ്യ ജീവനിലെ ജീവബോധം, അതായത് മായാബന്ധം പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ ശിവബോധം തെളിയും, ശിവജ്ഞാനം തെളിയും. അതോടെ അയാൾ ശിവാനന്ദ പാരവശ്യത്തിലായി തീരും ഈ സാധകൻ. അപ്പോൾ എപ്പോഴാണോ ജീവബോധം നശിക്കുന്നത് അപ്പോൾ മുതൽ ശിവബോധം അയാളിൽ പ്രകടമായി തീരും. ശിവബോധം ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ശിവബോധത്തെ ജീവബോധം മറച്ചിരിക്കുകയാണ്. അതായത് സത്യത്തെ മായ മറച്ചിരിക്കുന്നു. ഈ മായയാകുന്ന ജീവബോധത്തിൻ്റെ മറ മാറുമ്പോൾ ശിവബോധമാകുന്ന സത്യം തെളിഞ്ഞ് തെളിഞ്ഞ് പ്രകാശിക്കും. അതോടെ അയാൾ ആനന്ദ പരവശനായി ആനന്ദ പാരവശ്യത്തിൽ ആ സാധകൻ എത്തിച്ചേരും. ഇങ്ങനെയുള്ള ആനന്ദ പാരവശ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമമാണ് ഈ 10 പാടലുകളിലായി മാണിക്യവാചകർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം. പൊയ്യാകും വിത്ത് നശിച്ചിടായിവാൻ ആയിട്ട് എന്നെ അതുപേക്ഷിച്ചോ തിരുവാരൂരിലുള്ള ഭിക്ഷാനനെ ചൊൽക. നിന്നുടെ പ്രേമത്തിന് പാത്രമായവരെല്ലാം വന്നു നിൻപദം ചേർന്നു. ഭീതിയിലാണ്ട് കിടക്കുന്ന ഞാനിനി എന്ത് ചെയ്യുവാൻ? നിന്റെ ഭക്തന്മാരായ അടിയാന്മാരെല്ലാം നിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്ന് നിന്നെ സ്തുതിച്ച് പാടി നിൻ്റെ സ്നേഹാദരങ്ങൾ കൈക്കലാക്കുന്നു. പക്ഷേ എനിക്കത് കഴിയുന്നില്ല. ഭീതിയിലാണ്ട് കിടക്കുന്നു, ഞാനെന്തു ചെയ്യുവാൻ? ഞാൻ ഭീതിയിൽ, ഭയത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അഭയമാകുന്ന ശിവനിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കാരണം ഭയം എന്നെ എല്ലാത്തിൽ നിന്നും അകറ്റുന്നു. ഈ ഭയമാണ് എല്ലാ തടസ്സങ്ങൾക്കും മൂലകാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഭയത്തെ മാറ്റാൻ, അല്ലയോ അഭയദേവ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും ഭയമില്ലായ്മയിലേക്ക് ഞാൻ വളരട്ടെ. അങ്ങനെ ഭയമില്ലാത്ത ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലയോ ശിവഭഗവാനെ, അങ്ങയെ എനിക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നിലുള്ള ഭീതിയെ മുഴുവനും ഭയത്തെ മുഴുവനും അങ്ങ് ഇല്ലാതാക്കണമേ. പൊയ്യാകും വിത്ത് നശിച്ചിടായ്വാൻ ആയിട്ട് എന്നെ കൈക്കൊള്ളാതുപേക്ഷിച്ചു തിരുവാരൂരിലുള്ള ഭിക്ഷാനനെ. തിരുവാരൂരിൽ കുടികൊള്ളുന്ന അല്ലയോ ശിവദേവ, അവിടുന്ന് പൊയ്യാകും വിത്ത്, ഈ മായയാകുന്ന വിത്തിനെ നശിപ്പിച്ചിട്ട് സത്യമാകുന്ന പൊരുളിനെ എനിക്ക് കൈക്കൊള്ളുവാൻ അനുഗ്രഹിച്ചാലും. അല്ലയോ തിരുവാരൂരുള്ള അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എൻ്റെ ഈ പൊയ്യാകും ജീവിതത്തെ, ഈ മിഥ്യയായ മായാ ജീവിതത്തെ ഇല്ലാതാക്കുക. എന്നിട്ട് സത്യപ്പൊരുളായ ശിവനിലേക്ക്, ശിവബോധത്തിലേക്ക് എത്തിച്ചേരാൻ എന്നെ അനുഗ്രഹിക്കുക. ചൊല്ലുക, നിന്നുടെ പ്രേമത്തിന് പാത്രമായവരെല്ലാം വന്ന് നിൻ പാദം ചേർന്നു. നിൻ്റെ പാദം ചേരാൻ നിൻ്റെ അടിയാന്മാർക്ക് കഴിയുന്നു. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. കാരണം എനിക്ക് അതിന് കഴിയാത്തത് പ്രധാനമായിട്ടും ഭയം കൊണ്ടാണ്, പേടി കൊണ്ടാണ്. ഈ ഭയം, ഈ പേടി
അങ്ങ് ഇല്ലാതാക്കി എന്നെ അഭയത്തിലേക്ക് നയിച്ച് എൻ്റെ പൊയ്യാകും മായാ ജീവിതത്തെ ഇല്ലാതാക്കി സത്യപ്പൊരുളായ ശിവനിലേക്ക് എന്നെ അലിയിച്ചു ചേർത്താലും അല്ലയോ ഭഗവാൻ, ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത് നോക്കൂ. പേശിനാൾ സജ്ജനങ്ങൾ നിന്നടിയാനെന്നെ പൂശിനാൻ ഗുരുനാഥൻ തിരുനീറിൻ്റെ മെയ്യിൽ പുച്ഛിച്ചാൽ മാലോകരോ അടിമയായെന്ന് ഈ സ്ഥിതി തുടരുവാനാവതില്ല എന്നിരിക്കലും ആശിച്ചേൻ അടിയാനായി നീ എന്നെ കൈക്കൊള്ളുവാൻ. അപ്പോൾ നീ എന്നെ അടിയാനായി കൈക്കൊള്ളുക, അല്ലയോ ഭഗവാനെ, നീ എന്നെ അടിയാനായി കൈക്കൊള്ളുക. ഇതാ നോക്കൂ, പേശിനാർ സജ്ജനങ്ങൾ പറയാറുണ്ട് നീ അടിയാനാണ് ശിവൻ്റെ അടിയാനാണെന്ന് പറയാറുണ്ട്. പക്ഷേ സത്യം അതല്ല. ഞാൻ അങ്ങയുടെ അടിയാനാകാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കതിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങയുടെ കൈകൊണ്ട് തിരുനാറ് എൻ്റെ ശരീരത്തിൽ അണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തിരുനീറണിയാൻ അങ്ങയുടെ വിരലുകളാൽ എൻ്റെ തിരുനെറ്റിയിൽ അങ്ങ് തിരുനീറണിയിക്കുക. അതേപോലെ അങ്ങയുടെ അടിയാനാക്കി എന്നെ മാറ്റുക. പാത്രമായവരെല്ലാം തന്നെ ഈശസ്നേഹത്താൽ പാത്രമായവരെല്ലാം നിൻ്റെ അടിയാന്മാരായി തീർന്നിരിക്കുന്നു. പുച്ഛിച്ചാർ മാലോകർ എന്നെ പുച്ഛിക്കുകയാണ്. അതുകൊണ്ട് ആ മാലോകരുടെ പുച്ഛം മാറ്റാനെങ്കിലും വേണ്ടി അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ അടിയാനാക്കുക. മാലോകർ അടിയാന്മാരെ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ശിവ അടിയാന്മാരെ മാലോകർ പുച്ഛിക്കുന്നു. എന്നാലും അതൊന്നും ഞാൻ ഒരിക്കലും കണക്കാക്കുന്നില്ല. എന്നെ അല്ലയോ ഭഗവാൻ അങ്ങയുടെ അടിയാനാക്കി മാറ്റുക. ഈ സ്ഥിതി തുടരുവാനാവില്ല എനിക്കൊരിക്കലും. ഈ സ്ഥിതി, അതായത് ഈ ഭയചകിതമായ ഈ പൊയ്യാകും ജീവിതം എനിക്ക് തുടരാനാകില്ല. അതുകൊണ്ട് എൻ്റെ പൊയ്യാകും ജീവിതത്തെ ഇല്ലാതാക്കി എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് എനിക്ക് സത്യത്തിൻ്റെ പൊരുൾ കാണിച്ചു തന്ന് അങ്ങയുടെ അടിയാനാക്കി മാറ്റുക. അങ്ങനെ അങ്ങയുടെ അടിയാനായി മാറിയാൽ അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ കഴിയും. അതുവരെ ഞാൻ ഭയത്തിനടിമയാണ്. ഈ ഭയം ഭഗവാനെ അവിടെ നിന്നല്ലാതെ മറ്റാർക്കാണ് മാറ്റിത്തരാൻ പറ്റുക? അതുകൊണ്ട് ഭയത്തിൽ നിന്ന് അഭയത്തിലേക്ക് അങ്ങ് എന്നെ നയിച്ചാലും. അടിയാനല്ലാഞ്ഞതിനാൽ നീ എന്നെ കൈക്കൊണ്ടില്ല. അടിയാനല്ലാത്തതുകൊണ്ട് നീ എന്നെ ഇതേവരെയും കൈക്കൊണ്ടിട്ടില്ലല്ലോ. അടിയാറായോരെല്ലാം വന്ന് നിൻ പദം പൂകി അലലാർന്നിടുമുടൽ കളയാൻ ആവുന്നില്ല. അല്ലലാർന്ന ദുഃഖമാർന്ന ഈ ഉടൽ എനിക്ക് നശിപ്പിക്കാനാവില്ല. നീ തന്ന ശരീരമാണ്, നീ തന്ന ജീവനാണ്. അത് നശിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നു. കൽമനസാർന്നാകും എനിക്ക് കൺകുളിർക്കെ കൈലാസവാസ നിന്നെ കാണുവാനാകുന്നില്ല. എൻ്റെ മനസ്സെങ്ങനെയുള്ളതാണ്? കല്ലുകൊണ്ടുള്ള മനസ്സാണ്. അതുകൊണ്ടാണ് അല്ലയോ ഭഗവാൻ എനിക്ക് കൺകുളിർക്കെ കാണാൻ കഴിയാത്തത്. അതുകൊണ്ട് കൈലാസവാസ നിന്നെ കാണുവാനുള്ള ആ കണ്ണ്, ആ മൂന്നാം കണ്ണ് എനിക്ക് നൽകിയാലും അങ്ങയുടെ അടിയാനാക്കി എന്നെ മാറ്റിയാലും. അലലാർന്ന ഈ ഉടൽ, അതുവരെ എൻ്റെ ഈ ശരീരവും മനസ്സും ദുഃഖത്തിൽ ആണ്ട് കിടക്കുകയാണ്. അലലാർന്ന ഈ ശരീരവും മനസ്സും അങ്ങാണ് തന്നത്. അതുകൊണ്ട് ഞാനത് നശിപ്പിക്കുന്നില്ല. ഈ അലലാർന്ന ഉടലിനെ അങ്ങ് സ്വീകരിക്കുക. എന്നിട്ട് അങ്ങയുടെ ആ സത്യം മുഖത്തെ എനിക്ക് കാണിച്ചു തരിക. അങ്ങയുടെ വിരലുകളാൽ എൻ്റെ ശരീരത്തിൽ തിരുനീറണിയിക്കുക. ഇതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ സിദ്ധകവികളും പാടുന്നത്. നമുക്ക് പാമ്പാട്ടി സിദ്ധരുടെ അഹമഴിയലിനെ കുറിച്ചുള്ളൊരു
പാമ്പാട്ടി പാട്ടുണ്ട്. ആ പാട്ട് നോക്കാം. താമരദളം തന്നിൽ ജലം തങ്ങിട, അതുപോൽ ജഗത് ഭാവന മറഞ്ഞു പോയെങ്ങും തൂമണിയായി തികഴും ജ്യോതി തൻ പാദം തൊഴുതു തൊഴുതാടു പാമ്പേ. കളവ് കൊല കാമാതി കണ്ടതും എല്ലാം കെട്ടടങ്ങി ജ്ഞാനമിഴി തുറന്ന് തെളിവാർന്ന വെട്ടവെളിയാം ചിത് സ്വരൂപമതിനെ ആർന്നുണർന്ന് ചിന്ത തെളിഞ്ഞാടു പാമ്പേ. അല്ലയോ പാമ്പേ, തൻ്റെ മനസ്സിനോട് പറയണം, മനസ്സാകുന്ന കുണ്ടലിനി ശക്തിയാണ് പാമ്പിനോട് പറയുകയാണ്, കളവ് കൊല കാമാതി കണ്ടതെല്ലാം കെട്ടടങ്ങി. അങ്ങനെ കളവും കൊലയും കാമാതി വികാരങ്ങളും, അതായത് കാമക്രോധലോഭ മോഹങ്ങളെല്ലാം കെട്ടടങ്ങി ജ്ഞാനമിഴി തുറക്കാൻ അങ്ങ് അനുഗ്രഹിച്ചാലും, എൻ്റെ ജ്ഞാനത്തിൻ്റെ മൂന്നാം മിഴി തൃക്കണ്ണ് തുറക്കാൻ അങ്ങ് അനുഗ്രഹിച്ചാലും, എന്നിട്ടോ തെളിവാർന്ന വെട്ടവെളിയാം ചിത് സ്വരൂപം അതിനെ കാണാൻ ചിന്ത തെളിഞ്ഞാട് പാമ്പേ. ആ തെളിവാർന്ന വെട്ടവെളിയായ ശിവപെരുമാനെ കാണാൻ, ആ ചിത് സ്വരൂപത്തെ കണ്ടുണരാൻ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ചിന്തയിൽ തെളിഞ്ഞാട് പാമ്പേ. അപ്പോൾ ശിവഭഗവാനോട് പറയാണ്, കളവ് കൊല കാമാതി കണ്ടതെല്ലാം കെട്ടടങ്ങി എനിക്ക് ജ്ഞാനം വിഴി തുറന്നു തരൂ ഭഗവാനെ എന്നാണ് പറയുന്നത്. ചൊല്ലും പുളിയം പഴവും തോടും പോൽ ചുറ്റുമുള്ളിലായി ചുഴന്നിരുന്നാലും ബന്ധമറ്റു പോയി നില്ലു നീ മനമേ പരനിർമ്മലമായി, മറ്റു നിൻ ചുറ്റുമെല്ലാം വെറും പാഴെന്നാട് പാമ്പേ. ഈ മായാജീവിതം വെറും പാഴാണ്. ഇതുപോലെ ചൊല്ലും പുളിയം പഴവും തോടും പോൽ ചുറ്റുമുള്ളിലായി പുണർന്നിടുന്നാലും ബന്ധമറ്റുപോയി നില്ല് നീ മനമേ. അല്ലയോ മനസ്സേ, നീ ഈ പഴത്തിൻ്റെ ആ തൊണ്ടും ആ പഴവും പോലെ വേറെ, അത് പാകമാകുമ്പോൾ തൊണ്ട് അതിൽ പഴത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. നിങ്ങൾ കണ്ടിരിക്കും, പുളി ഉണങ്ങിക്കഴിയുമ്പോൾ പാകമായി കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. അതേപോലെ എന്നിൽ നിന്ന് ഈ മായാ തൊണ്ട് ഇല്ലാതായി പകരം ആ പാകം വന്ന ഫലമായി ഞാൻ തീരട്ടെ, എൻ്റെ തൊണ്ട് ബാഹ്യ കവചം ഇല്ലാതാകട്ടെ എന്നാണ് പറയുന്നത്. ചേറ്റിൽ തിരിയും പുഴു ചേറ് നീക്കും തന്മ പോൽ ദേശമതിലായി ചേർന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച പിൻ ചാറ്റും പരവെളി തന്നിലായി ചെന്ന് അടങ്ങണമെന്നാട് പാമ്പേ. എൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച്, കർമ്മവിനകളെല്ലാം അവസാനിച്ച് ഞാൻ ശിവപാദങ്ങളിൽ ചേർന്ന് ആടട്ടെ. എൻ്റെ മനസ്സേ, എൻ്റെ ഹൃദയമേ, നിന്നെ ഞാൻ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ചേറ്റിൽ തിരിയും പുഴു ചേറ് നീക്കുമ്പോൾ തന്മ പോൽ ദേശമതിലായി ചേർന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, ഈ ചേറ്റ് നിറഞ്ഞ ഈ കർമ്മജാലം, അതായത് പാപപങ്കിലമായ ഈ കർമ്മജലത്തിൽ നിന്ന് ആ കർമ്മത്തെ മാറ്റി അകർമ്മത്തിലേക്ക്, അതായത് പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് അല്ലയോ മനസ്സേ ഞാൻ മാറട്ടെ. അങ്ങനെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് അല്ലയോ ഭഗവാൻ അങ്ങ് എന്നെ നയിച്ചാലും, അങ്ങനെ കർമ്മത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് കെട്ടറുത്ത് എന്നെ കർമ്മപാശമെല്ലാം നശിപ്പിച്ച് അല്ലയോ ഭഗവാൻ അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ അടിയാനാകാൻ ഞാനിതാ ആഗ്രഹിക്കുന്നു എന്നാണ്, അതിന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പാമ്പാട്ടി സിദ്ധർ പാടുന്ന പാട്ട് ഇതേ ഭാവം തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ എല്ലാ ആത്മീയ കവികളും എല്ലാ മിസ്റ്റിക് കവികളും പാടുന്നത് ഈ ഒരു തലത്തെയാണ്. അങ്ങനെ
ഉള്ളിലെ ജീവബോധം മാഞ്ഞ് ശിവബോധം തെളിഞ്ഞു നിൽക്കുകയും അത് കാണാനുള്ള ആ ചിത് വെളിച്ചം കാണാനുള്ള ആ മൂന്നാം കണ്ണ് അല്ലയോ ഭഗവാൻ എനിക്ക് നൽകിയാലും. ഈ പ്രാർത്ഥന ശരിക്കും എല്ലാ സാധകന്മാരും ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ പൊയ്യായ ഈ ജീവിതം മാറുകയും ശിവബോധം തെളിയുകയും ചെയ്യുമ്പോൾ നാം ശിവപദ പ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ സ്വർഗീയ ആനന്ദ നിർവൃതി, ഈ പരമാനന്ദ ശിവാനന്ദ ലഹരിയാണ് ഈ വരികളിൽ നാം നുകരുന്നത്. ഓം ശിവായ നമഃ.